എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 30-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ DR മേഘശ്രീ അവധി പ്രഖ്യാപിച്ചത്. നാളെ വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് നിലവിൽ മഴ കനക്കുകയാണ്. 4 ദിവസം അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വൈകി നടത്തുന്ന ജനന മരണ രജിസ്ട്രേഷനുകൾക്ക് പൂട്ടുവീഴും. കൂടുതൽ കർശന നിർദ്ദേശം വ്യവസ്ഥ ചെയ്യുന്ന ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2 വർഷത്തിൽ കൂടുതൽ വൈകുന്ന രജിസ്ട്രേഷനുകൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിർബന്ധമാക്കുന്ന നിർദ്ദേശമാണ് ബില്ലിൽ ഉള്ളത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ബിൽ സഭയിൽ അവതരിപ്പിച്ചു. രജിസ്ട്രേഷൻ വൈകുന്ന കാലയളവ് കണക്കാക്കി ഇരട്ട അനുമതി സംവിധാനമാണ് പുതിയ ബിൽ ശുപാർശ ചെയ്യുന്നത്. 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ വൈകുന്ന രജിസ്ട്രേഷനുകൾക്ക് നിലവിലത്തേതുപോലെ ജില്ലാ ജഡ്ജി, സബ് ജില്ലാ ജഡ്ജി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ജഡ്ജി എന്നിവരുടെ അനുമതി മതിയാകും. എന്നാൽ 2 വർഷത്തിൽ കൂടുതൽ താമസിക്കുന്ന സംഭവങ്ങളിൽ ഇനി മുതൽ എക്സിക്യൂട്ടീവ് അധികാരികൾക്ക് രജിസ്ട്രേഷൻ അനുമതി നൽകാനാകില്ല. ഇത്തരം കേസുകളിൽ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിർബന്ധമായേക്കും. കൃത്യസമയത്ത് ജനന മരണ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവരങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് നിയമം കൂടുതൽ കർശനമാക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്ന പുതിയ ബില്ലിന്മേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ നേരിട്ടെത്തി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ കടുത്ത ബഹളത്തിനിടയിലാണ് കേന്ദ്രമന്ത്രി പുതിയ ജനനമരണ രജിസ്ട്രേഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചട്ടപ്രകാരം ബില്ലിനെ എതിർക്കാൻ സ്പീക്കർ ഓം ബിർല പ്രതിപക്ഷാംഗങ്ങളോട് ആവശ്യപ്പെട്ടു എങ്കിലും ആരും ഇതിൽ സംസാരിച്ചില്ല. ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് വിതരണം തുടരുകയാണ്. ഇനി ഓണത്തിന് 4000 രൂപ പെൻഷനാണ് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് പറയുന്നത്. സംസ്ഥാനത്ത് ആരംഭിച്ച മസ്റ്ററിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം കഴിയുന്നതോടുകൂടി പിന്നെ കൃത്യം 2 മാസമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ളത്. സംസ്ഥാനത്തെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും നിർബന്ധമായും മസ്റ്ററിങ് ചെയ്യണം. 2025 ഡിസംബർ 31 ശേഷം പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള, അതായത് ഈ 2026 പുതുതായി പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്യണം. അതേസമയം കഴിഞ്ഞ ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അത് നൽകാത്തവർക്ക് പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുടങ്ങിയവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ പോലും ഓണപ്പെൻഷൻ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. 20-ാം തീയതിക്ക് ശേഷമാണ് ഓണപ്പെൻഷൻ വിതരണം ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ പോലും ഓണപ്പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഓണപ്പെൻഷനും മുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ പല തവണ പറഞ്ഞതാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. പല ആളുകളും അത് അവഗണിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു ദുർവിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷന്റെ കാര്യത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ജൂലൈ മാസത്തെ പെൻഷൻ വീടുകളിൽ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കിട്ടിയിട്ടുള്ളവർ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. കിട്ടാത്തവരും കമന്റ് ചെയ്യുക. ഓണപ്പെൻഷൻ നേരത്തെ വിതരണം ഉണ്ടാകും. അതായത് 26-ാം തീയതിയാണ് തിരുവോണം വരുന്നത്. ഉത്രാടത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തുന്ന തരത്തിലുള്ള വിതരണമാണ് സർക്കാർ ഒരുക്കുന്നത്.
ഈ മാസം 15-ന് ശേഷം തന്നെ, ഓഗസ്റ്റ് 15-ന് ശേഷം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 1 മാസത്തെ എന്തായാലും നേരത്തെ ലഭിക്കും. ഇതിനോടൊപ്പം സെപ്റ്റംബർ മാസത്തേത് കൂടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പിണറായി സർക്കാർ കുടിശ്ശിക തീർക്കാനാണ് എങ്കിൽ പോലും 2 മാസത്തെ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നൽകിയിരുന്നു. പക്ഷേ ഈ ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് മാസത്തിൽ നേരത്തെ ലഭിച്ചാൽ പിന്നീട് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ 24 വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് ദീർഘനാളത്തെ കാത്തിരിപ്പ് പിന്നീട് പെൻഷൻ ലഭിക്കാൻ ഉണ്ടാകും എന്നുള്ളതും നോക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പൊ പെൻഷൻ മുടങ്ങിയവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. മസ്റ്ററിംഗ് കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷയയിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അടുത്ത മാസത്തോടു കൂടി ലഭ്യമാക്കുന്നതാണ്. അക്ഷയയിൽ അറിയിക്കുക, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി, നിങ്ങളുടെ വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ ഇവരെ അറിയിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്തിൽ വിവരം അറിയിക്കുക. പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും അടുത്ത മാസം അവസാനത്തോടു കൂടി ക്യാമ്പുകളും സംഘടിപ്പിക്കും. മസ്റ്ററിംഗിന് വേണ്ടിയുള്ള ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ്. ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസം അവസാനിക്കുകയാണ്. ഇനി 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നീല റേഷൻ കാർഡിന് 3 കിലോ ഗോതമ്പ് കൂടി ഉണ്ട്, അത് വാങ്ങാൻ ശ്രദ്ധിക്കുക. മണ്ണെണ്ണയുടെ വിതരണവും തുടങ്ങിയിട്ടുണ്ട്. ഈ മാസത്തെ നേരത്തെ നിർത്തും. കാരണം ഇനി ഓണം റേഷൻ വിതരണം ചെയ്യേണ്ടതുണ്ട്. സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം 10-ാം തീയതിയും സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡിനും പണം കൊടുത്തുള്ള 299, 1000, 1500, 2000 എന്നീ വില വരുന്ന ഓണക്കിറ്റുകളുടെ വിതരണം 8-ാം തീയതി മുതലും ആരംഭിക്കുന്നതാണ്. ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 13,155 രൂപയും പവന് 1,05,240 രൂപയുമാണ് വില. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.